ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്തെ നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്നും കഴിവുള്ളവരും അച്ചടക്കമുള്ളവരുമായ യുവാക്കളാൽ നയിക്കപ്പെടുന്ന ആത്മനിർഭർ ഭാരത് രൂപപ്പെടുകയാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ നടന്ന NCC റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്ര നിർമ്മാണത്തിലും സാമൂഹിക ഉത്തരവാദിത്തത്തിലും NCC കേഡറ്റുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. അച്ചടക്കം, ദേശസ്നേഹം, രാഷ്ട്രസേവനം എന്നിവ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കണമെന്നും NCC കേഡറ്റുകളോട് ശ്രീ CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. This prestigious camp stands as a symbol of India's faith in its youth, and our collective commitment to the nation building. The NCC, with its inspiring motto, Unity and Discipline, has consistently nurtured generations of responsible, confident and patriotic citizens. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. നിലവിലെ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിഗണിച്ചാണ് തീരുമാനം. പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണം. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും സമൂഹമാധ്യമ അക്കൌണ്ടുകളും വാർത്തയും നിരന്തരം പരിശോധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനായി ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരുന്ന സീസണിൽ തന്നെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വരുന്ന സീസണിൽ തന്നെ നെല്ല് സംഭരണത്തിലെ ദ്വിതല സംഭരണ മാതൃകാ സംവിധാനം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. നെല്ല് സംഭരണത്തിന് തയ്യാറായി വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കും. PRS അധിഷ്ഠിത വായ്പകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി സംഭരണത്തിന് ശേഷം കാലതാമസമില്ലാതെ തന്നെ നെല്ലിന്റെ വില കർഷകന് നൽകും. നിശ്ചയിച്ച ഔട്ട് ടേൺ റേഷ്യോ പ്രകാരം നെല്ല് സംസ്കരിച്ച് പൊതുവിതരണ സംവിധാനത്തിലേക്ക് എത്തിക്കും. നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസി സപ്ലൈകോ ആയിരിക്കും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. ആന്റണി രാജുവിന്റെ അയോഗ്യതയെ തുടർന്ന് തിരുവനന്തപുരം നിയമസഭാ സീറ്റിൽ ഈ മാസം 3 മുതൽ ഒഴിവ് വന്നതായി വിജ്ഞാപനത്തിൽ പറയുന്നു. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിശ്രമ ഫലമായാണ് തീരുമാനം. സംസ്ഥാനത്തെ ഫിഷറീസ് മേഖലയുടെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC കോട്ടയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കും. KPS മേനോൻ ഹാളിൽ കേരള കൗമുദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം നാളെ വൈകുന്നേരം പങ്കെടുക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച് അടച്ചിട്ട കോടതിയിലാണ് ഇന്നും കേസ് പരിഗണിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. കേസ് ഈ മാസം 19 വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31.
4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മുന്നോടിയായുള്ള ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10:30 മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ പുസ്തകോത്സവം ഡയറക്ടറിയുടെയും ഫെസ്റ്റിവൽ സോങ്ങിന്റെയും പ്രകാശനം നടക്കും. നിയമസഭാ സമുച്ചയത്തെ വർണ്ണശബളമാക്കുന്ന വൈദ്യുതാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം വൈകിട്ട് 6:30 സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ സമുച്ചയത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഇന്ന് 3 തവണ വർദ്ധിച്ച് വില പവന് 1,01,360 രൂപയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് 3 തവണയാണ് വർദ്ധിച്ചത്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില പവന് 1,01,360 രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്ന വില കഴിഞ്ഞയാഴ്ച 99,600 രൂപ എന്ന നിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും 1,07,60 രൂപയായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 40 രൂപ വർദ്ധിച്ചു. പിന്നീട് വൈകിട്ട് 4 മണിക്ക് ശേഷം പവന് 35 രൂപ കൂടി വർദ്ധിച്ചതോടെ വില 1,01,360 രൂപയിൽ എത്തുകയായിരുന്നു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ഈ മാസം 12 പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കും. മലപ്പുറം പായമ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ 13 നടക്കും. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതി പ്രകാരം പരിരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവിറക്കിയതായി മന്ത്രി വീണ ജോർജ്. കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കുന്നതിനായി ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്ക് കാൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന പുനരധിവാസ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി മന്ത്രി OR കേളു. ടൗൺഷിപ്പിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 250 വീടുകളുടെ വാർപ്പാണ് പൂർത്തിയായതെന്നും മന്ത്രി അറിയിച്ചു. 29ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ 60 പേർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഈ മാസം 9 മുതൽ 12 വരെയാണ് പരിപാടി. സംഘം നാളെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല നാളെ തിരുവനന്തപുരം നെടുമങ്ങാട് നടക്കും. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ നിയമ നടപടിക്ക് തയ്യാറാകുന്നതായി പരാതിക്കാരി സുമയ്യ. 2023 പരാതിക്ക് ആസ്പദമായ സംഭവം. കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചതായി സുമയ്യ പറഞ്ഞു. ഡയാലിസിസ് ചെയ്ത 2 രോഗികൾ മരിച്ച സംഭവത്തിൽ ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് മരിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്തും രോഗം ബാധിച്ച് വെങ്ങാനൂർ സ്വദേശിയായ ഒരാൾ മരിച്ചു. സംസ്ഥാന ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സർഗോത്സവം ഈ മാസം 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കും. മേളയുടെ ഭാഗമായി നടക്കുന്ന ടാലന്റ് ഫെസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹരായ ഭിന്നശേഷിക്കാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസു വീണ്ടും റിമാൻഡിൽ. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്തെ നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.